ചെങ്കോട്ടയായി കരുതിയ കൊല്ലം ഇത്തവണ CPM-നൊപ്പം നിന്നില്ല, കൈവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു NDAക്ക് ഒരു സീറ്റ്, BJPക്ക് ഒരു സീറ്റ്, ചാത്തന്നൂരിൽ നിയമവും കഴക്കൂട്ടവും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ചാത്തന്നൂർ സാധ്യതയുണ്ടെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ആ ചാത്തന്നൂരിൽ ഒരു BJP സീറ്റ് കൂടി വന്നിരിക്കുന്നു. എത്രമാത്രം അപ്രതീക്ഷിതമായിരുന്നു കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ഫലം? കണ്ണനെ കേൾക്കാമോ? കണ്ണ, ഇന്നെല്ലാവരും ആഹ്ലാദ ആരവങ്ങൾക്കിടയിലാകും, അതുകൊണ്ട് ഇടതുകോട്ട അല്ലെങ്കിൽ ഇടത് മണ്ണ് എന്നറിയപ്പെടുന്ന ഒരു ജില്ലയാണ്. പക്ഷേ അതിപ്പോൾ LDF-ൽ നിന്ന് UDF-ലേക്ക് പോയിരിക്കുന്നു. LDF-ൽ 2 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. CPIക്ക് ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം. പക്ഷേ CPIയുടെ ശക്തി ക്ഷയിച്ചു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി കൊല്ലത്ത് ഇത്തവണ മാറിയിരിക്കുന്നു. ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. ചാത്തന്നൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അവിടെ പരാജയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. BJP ആദ്യമായി ചാത്തന്നൂരിൽ ഒരു വിജയം നേടുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. വലിയ പോരാട്ടം തന്നെയാണ് ചാത്തന്നൂരിൽ നടന്നത്. ചാത്തന്നൂരിൽ നടന്ന പരാജയം, CPI നേരിട്ട പരാജയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ നടപടികളടക്കം ഉണ്ടാകേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ചാത്തന്നൂർ തന്നെയാണ് ഇന്നത്തെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് മണ്ഡലം. കാര്യം ചാത്തന്നൂരിൽ കഴിഞ്ഞ 2 തവണ 2ാം സ്ഥാനത്തായിരുന്ന NDA ഇപ്പോൾ ആ മണ്ഡലം പിടിച്ചിരിക്കുന്നു. ബിബി ഗോപകുമാർ ചാത്തന്നൂരിൻ്റെ MLA ആയി മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പിന്നീട് വരുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു മത്സരം നടന്നത് പത്തനാപുരത്താണ്. പത്തനാപുരത്ത് 25 വർഷത്തെ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന അതികായൻ്റെ ഒരു അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ജ്യോതികുമാർ ചാമക്കാല അവിടെ വിജയിച്ചിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ടത് ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷമായി ജ്യോതികുമാർ ചാമക്കാല ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ജ്യോതികുമാർ ചാമക്കാല സജീവമായി പങ്കെടുത്തിരുന്നു. അങ്ങനെയാണ് ഇത്തവണ അദ്ദേഹം അവിടെ വിജയിച്ചു കയറിയത്. 8,000-ൽ പരം വോട്ടുകൾ വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് പത്തനാപുരം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ മികച്ച വിജയം എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. പിന്നീട് വരുമ്പോൾ കുന്നത്തൂരിൽ 25 വർഷമായി MLA ആയിരുന്ന കോവൂർ കുഞ്ഞുമോനാണ്. 2001 മുതൽ അവിടെ MLA ആയിരിക്കുന്ന കോവൂർ കുഞ്ഞുമോനാണ്. അദ്ദേഹത്തിന് അടിപതറിയിരിക്കുന്നു. RSPയുടെ യുവ നേതാവായിട്ടുള്ള ഉല്ലാസ് കോവൂർ അവിടെ വിജയിച്ചു വന്നിരിക്കുന്നു. കഴിഞ്ഞ 2 തവണയും ഉല്ലാസ് കോവൂർ പരാജയപ്പെട്ടതാണ്. എന്നാൽ 3ാമത്തെ അംഗത്തിൽ ഉല്ലാസ് കോവൂർ വിജയിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ചവറയിൽ എടുത്തു പറയേണ്ടത് RSPയുടെ വിജയത്തെക്കാൾ ഉപരി ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു വിജയം കൂടിയാണ്. ഷിബു ബേബി ജോൺ ഇത്തവണ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പോലും തകർന്ന് ഇല്ലാതാകുന്ന ഒരു സ്ഥിതി ഉണ്ടായേനെ. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. മികച്ച വിജയം നേടാൻ ഷിബു ബേബി ജോണിന് സാധിച്ചു. തുടക്കം മുതൽ പന്മന പഞ്ചായത്ത് എണ്ണിയ സമയത്ത് മുതൽ 5,000-ൽ പരം വോട്ടുകളുടെ ലീഡ് ഷിബു ബേബി ജോണിനുണ്ടായിരുന്നു. നേരത്തെ തന്നെ 5,000-ൽ പരം വോട്ടുകളുടെ ലീഡ് ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ RSPക്ക് ഉണ്ടായിരുന്നു. അത് നിലനിർത്തിക്കൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് നേടുന്ന ഒരവസ്ഥയിലേക്ക് ഷിബു ബേബി ജോണും പോയി. പിന്നീട് കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതാണ്. എന്നാൽ ഇത്തവണ ഒരു സഹതാപ തരംഗവും ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തുടനീളം ആഞ്ഞടിച്ച ആ ഒരു UDF തരംഗം അതുകൂടി ആയപ്പോഴേക്കും 16,000-ൽ പരം വോട്ടുകൾക്ക് ബിന്ദു കൃഷ്ണ വിജയിക്കുന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. കുണ്ടറയിലെ വിജയമാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ തവണ ഏറ്റവും അവസാനം വിജയം പ്രഖ്യാപിച്ച ഒരു മണ്ഡലമായിരുന്നു കുണ്ടറ. എന്നാൽ ഇത്തവണ 31,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി കുണ്ടറയുടെ ജനങ്ങളുടെ മനസ്സ് ഈ PC വിഷ്ണുനാഥിനൊപ്പം നിന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. വലിയ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം നടന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കൊട്ടാരക്കര തന്നെയാണ്. കൊട്ടാരക്കരയിൽ അവസാന നിമിഷം വരെ KN ബാലഗോപാൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നു. പല സമയങ്ങളിലും KN ബാലഗോപാൽ ഈ വോട്ടെണ്ണലിൽ പിന്നിൽ പോകുന്ന സ്ഥിതി ഉണ്ടായി. അവസാനം കരീപ്രയും അതുപോലെ തന്നെ വെളിയവും പോലെയുള്ള LDF-ന് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ എണ്ണിയപ്പോഴാണ് KN ബാലഗോപാലിന് മുന്നിലേക്ക് എത്താൻ സാധിച്ചത്. അവസാനം ഉമ്മന്നൂർ പഞ്ചായത്ത് എണ്ണുമ്പോൾ ഉമ്മന്നൂർ പഞ്ചായത്ത് UDF-ന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ്. അങ്ങനെ എണ്ണി അവസാനം 1,012 വോട്ടുകളിലേക്ക് KN ബാലഗോപാലിൻ്റെ വിജയം എത്തുകയായിരുന്നു. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം അല്ലെങ്കിൽ ഫോട്ടോ ഫിനിഷ് എന്ന് നമുക്ക് അവിടെ പറയുവാൻ സാധിക്കും. JH ചിഞ്ചുറാണിയുടെ ഒരു പരാജയം, ചടയമംഗലം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ മന്ത്രിയായിരുന്ന JH ചിഞ്ചുറാണി പരാജയപ്പെട്ടു. അതിനുള്ള കാരണം ഒന്ന്, മണ്ഡലത്തിൽ മന്ത്രി ഇല്ലായിരുന്നു, മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളില്ല എന്നുള്ള കാര്യങ്ങൾ, വിമർശനങ്ങളൊക്കെ തന്നെ കുറേയേറെ കാലമായി അവിടെ UDF ഉയർത്തുന്നതാണ്. പ്രയാർ ഗോപാലകൃഷ്ണന് ശേഷം പിന്നീട് ഇപ്പോൾ ഒരു
UDF MLA ഉണ്ടായിരിക്കുന്നു MM നസീർ. അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനമാണ് ചടയമംഗലത്ത് MM നസീറിന്റെ പേര് പ്രഖ്യാപിച്ചത്. എന്നാൽ ആ വൈകി എത്തിയ ആ ഒരു സ്ഥലത്ത് മികച്ച വിജയം നേടാൻ MM നസീറിന് സാധിച്ചു. ആശ്വാസകരമായിട്ടുള്ള ഒരു വിജയം LDF ലഭിച്ചത് ഒരു മികച്ച വിജയം എന്ന് പറയാം.